ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിമ്പിൾ ക്രാഫ്റ്റ് ഐഡിയാസ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെയർ ക്ലിപ്പിൻ്റെ മേക്കിംഗ് ആണെന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് 2 പീസ് ഇവിടെ അളവൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും സ്ക്രീനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ചെറിയൊരു പീസ് എടുത്തിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്യാം കേട്ടോ. അതിൻ്റെ ആ ഒരു ലെങ്ത്തിന് ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി ആ ഒരു പീസിൻ്റെ അറ്റത്തായിട്ട് സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ സെൻറ്ററിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഞാൻ കറക്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെൻറ്റർ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ ലോക്ക് ചെയ്തിട്ട് നിർത്തുക കേട്ടോ. പിന്നെ ഇവിടുന്ന് തുടങ്ങുക, അതിൻ്റെ അറ്റത്ത് നമ്മൾ ലോക്ക് ചെയ്തിട്ട് നിർത്തുക. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെൻറ്ററിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു ഗ്യാപ്പിലൂടെയാണ് നമ്മൾ ഈ ഒരു പീസിന് മറിച്ചെടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പീസ് എടുക്കാം. നമുക്ക് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ റോങ് സൈഡിലാണ് ഇതുപോലെ വരച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് അറ്റങ്ങളൊക്കെ കറക്റ്റ് ആക്കിയിട്ട് ഇടുക കേട്ടോ. നമുക്ക് ഇതേപോലത്തെ ഒരു പ്ലേറ്റ് ആവശ്യമായിട്ടുണ്ട്. ഇത് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടാനായിട്ടാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് എളുപ്പത്തിൽ വരച്ചെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾക്ക് എന്തോ ചോക്കോ എന്തെങ്കിലും ക്രയോണോ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ തുണി ഇതുപോലെ പിടിച്ചിട്ടാണ് വരയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ തുണി നീങ്ങിപ്പോകും. ഇനി മറ്റേ സൈഡ് നമുക്ക് അതേപോലെ തന്നെ വരച്ചെടുക്കണം കേട്ടോ. നേരത്തെ വരച്ചില്ല, അതേപോലെ തന്നെ വരച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു മെറ്റീരിയലിന്റെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം താഴേക്കാണ് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ സൈഡ് നമ്മൾ അതേപോലെ തന്നെ ഒന്ന് വരച്ചെടുക്കാം കേട്ടോ. ഇപ്പം ഇതേപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വരച്ചിൽ കൂടിയാണ് നമ്മൾ മെഷീൻ യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ പീസില്ലേ, ആ ഒരു പീസ് ഇതേപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടില്ലേ, ആ ഒരു കുറച്ചൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ പീസ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ വരച്ചിട്ടുള്ള ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ സെന്ററിൽ കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ സെന്ററിൽ കുറച്ചൊരു ഗ്യാപ്പ് കൊടുക്കണം, എന്നാലും നമുക്ക് ഇതിനെ ഈ ഒരു പീസിനെ മറച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഇനി നമ്മൾ ആ ഒരു ഫസ്റ്റത്തെ പീസ് ഇതേപോലെ എടുത്തിട്ട് ആ ഒരു സ്റ്റിച്ച് സെന്ററിലായിട്ട് വരുന്ന തരത്തിൽ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. നമുക്ക് അതിൻ്റെ അറ്റം അടിച്ചെടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ആ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ബാക്കി വന്നിട്ടുള്ള ആ ഒരു പീസ് ഉണ്ടല്ലോ, ഇതേപോലെ ഒന്ന് നിവർത്തിയെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ കറക്റ്റ് ആ ഒരു പീസിന്റെ സെന്ററിലേക്ക് വെച്ച് കൊടുത്തിട്ട് വേണം അതിന്റെ സൈഡ് അടിച്ചെടുക്കാനായിട്ട്. ഇതേപോലെ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് കേട്ടോ. മറ്റേ സൈഡും അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നിവർത്തിയിട്ട് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ വൃത്തി ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇനി സെന്ററിൽ കൊടുത്തിട്ടുള്ള ഒരു ഗ്യാപ്പിൽ കൂടെ ഈ ഒരു പീസിന് നമുക്ക് മറിച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മറിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. കത്രികയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റിക്കോ വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അറ്റമൊക്കെ ഒന്ന് പോയിന്റഡ് ആക്കാനായിട്ട് നമുക്ക് ആ ഒരു പീസ് ആ ഒരു ഗ്യാപ്പിൽ കൂടെ ഇതുപോലെ കത്രികയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റിക്കോ വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് വരും. ഇനി രണ്ടാമത്തെ പീസ് നമ്മൾ എക്സസ് ആയിട്ടുള്ള ആ ഒരു സ്റ്റിച്ചും കഴിഞ്ഞിട്ട് കുറച്ചൊരു ഗ്യാപ്പ് വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് കളയാം കേട്ടോ. രണ്ട് വശവും നമ്മൾ അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. ഇനി ഇതേപോലെ കുറച്ച് കട്ടിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം ചെയ്യാനായിട്ട് കേട്ടോ. പിന്നെ സെന്ററിൽ കൊടുത്തിട്ടുള്ള ഒരു ഗ്യാപ്പിൽ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യരുത് കേട്ടോ. നമ്മൾ ഈ ഒരു പീസിനെയും മുമ്പ് ചെയ്തതുപോലെ തന്നെ മറിച്ചെടുക്കാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു ഗ്യാപ്പിൽ ആ ഒരു ഗ്യാപ്പിൽ കൂടെ തന്നെ മറിച്ചെടുക്കുക. അപ്പോൾ ഈ രണ്ട് പീസ് നമുക്കൊന്ന് അയൺ ബോക്സ് വെച്ചിട്ടൊന്ന് അയൺ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ അയൺ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിതിന്റെ സെന്റർ മാർക്ക് ചെയ്യണം. ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ആ ഒരു ഫോൾഡ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു മാർക്കിംഗ് വരും. അവിടെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. രണ്ട് പീസും അതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചെറിയ പ്ലീറ്റുകൾ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതേപോലെ ഒന്ന് വിരലോണ്ട് ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുത്താൽ മതി. നമുക്ക് അതിന്റെ സെന്ററിലായിട്ട് നൂല് വെച്ചിട്ടൊന്ന് ചുറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് സാധാ മെഷീൻ നൂലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ.
ഇതേപോലെ കുറച്ച് ചുറ്റി കൊടുക്കുക. അതിന്റെ ബാക്കിലായിട്ട് നമുക്ക് ഒന്ന് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അത്യാവശ്യം ടൈറ്റിൽ വലിച്ചു പിടിച്ചിട്ട് വേണം ചുറ്റിയെടുക്കാനായിട്ട്. ബാക്കിലായിട്ട് നമുക്ക് കെട്ടിട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇതേപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തെ പീസ് നമ്മൾ അതേപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതേപോലെ വിരൽ വെച്ചിട്ട് കുറച്ച് പ്ലീറ്റുകൾ ഇട്ട് കൊടുക്കാം. നമുക്ക് ആ സെന്ററിൽ കാണുന്ന ഒരു മാർക്കിംഗ് ഇല്ലേ, ആ ഒരു മാർക്കിങ്ങിലായിട്ട് നമ്മൾ നൂല് വെച്ചിട്ട് ഒന്ന് ചുറ്റിയെടുക്കാം കേട്ടോ കുറച്ച്. അതിനുശേഷം നമ്മൾ ആദ്യത്തെ ആ ഒരു പീസിനോട് ചേർത്തിട്ട് ഒരു കുറച്ച് ചുറ്റി കൊടുക്കാം. അപ്പോൾ വലിച്ചു പിടിച്ചിട്ട് വേണം, നൂല് അത്യാവശ്യം ടൈറ്റിൽ വേണം ചുറ്റിയെടുക്കാനായിട്ട് കേട്ടോ. നമുക്ക് അതിന്റെ ബാക്കിലായിട്ട് രണ്ടും കൂടെ കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതേപോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ അതിന്റെ ബാക്കിലായിട്ട് ക്ലിപ്പോ ബാൻഡോ വെച്ചിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാം കേട്ടോ. ഇപ്പൊ ഞാൻ അലിഗേറ്റർ ക്ലിപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുള്ളതിൽ നമ്മൾ ബണ്ണാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു ക്ലിപ്പിന് പകരമായിട്ട് അതേപോലത്തെ ഒരു ബണ്ണ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാം കേട്ടോ. അപ്പൊ അത് കാണാത്തതുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടു നോക്കിയാൽ ആ ഒരു ബണ്ണ് എങ്ങനെ ഉണ്ടാക്കിയത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പൊ ഇതിന് പകരമായിട്ട് നമുക്ക് ആ ഒരു ബണ്ണും വെച്ചിട്ട് ഫിക്സ് ചെയ്യാം. അപ്പൊ അത് ഇലാസ്റ്റിക് വെച്ചിട്ടാണ് ആ ഒരു ബണ്ണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് അതിന് സെന്ററിലായിട്ട് ഒരു ചെറിയൊരു പീസ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പൊ അതെല്ലാവർക്കും അറിയായിരിക്കും. അപ്പൊ ഞാൻ ആ ഒരു പീസ് കറക്റ്റ് അളവൊന്നും നോക്കിയിട്ടില്ല കേട്ടോ. ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതേപോലെ തന്നെ ഗ്ലൂ ചെയ്തിട്ട് നമ്മൾ ചുറ്റുന്ന ഭാഗങ്ങളിലൊക്കെ ഗ്ലൂ ചെയ്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു പീസ് ചുറ്റുന്ന എല്ലാ ഭാഗങ്ങളും ഗ്ലൂ ചെയ്തിട്ട് വേണം ചുറ്റാനായിട്ട് കേട്ടോ. അപ്പൊ ഞാനിത് ഈ ഒരു ഭാഗം ഒന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ എല്ലാ ഭാഗങ്ങളിലും ഗ്ലൂ ചെയ്തിട്ടാണ് ചുറ്റിയെടുക്കാനായിട്ട്. ഈ പുറത്തേക്ക് നിൽക്കുന്ന നൂലൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. അപ്പൊ നമ്മൾ ആ സ്റ്റാർട്ട് ചെയ്ത ഭാഗത്ത് തന്നെയാണ് ഇതിന്റെ എൻഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതേപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു ഹെയർ ക്ലിപ്പിന്റെ മേക്കിംഗ്. നമുക്ക് സിമ്പിൾ ആയിട്ട് വീട്ടിലുള്ള മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ ഇത് നമുക്ക് എല്ലാ മെറ്റീരിയൽസ് വെച്ചിട്ടും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ ക്ലിപ്പാണ്. അപ്പൊ ചെറിയ മക്കൾക്കും കുറച്ച് വലിയവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.